ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാലേ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മാരേജ് ഷോപ്പിംഗാണ്. ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചെന്നത് തന്നെ നമ്മൾ MKയിലാണ് ആദ്യം ചെന്നത്. അവിടെ പിന്നെ എനിക്ക് നല്ല ഞങ്ങൾക്ക് ആർക്കും അവിടുത്തെ ഡ്രസ്സ് അങ്ങനെ വലിയ കളക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഡ്രസ്സ് വേൾഡിലോട്ട് വന്നു. ഡ്രസ്സ് വേൾഡിൻ്റെ ഉള്ളിൽ കയറണം എൻ്റെ പൊന്നോ, ഓണം മൂട് പൂക്കളം മൂട് പറഞ്ഞ പോലെയായി. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തന്നെ ആ ഒരു ഫ്ലവറും ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഡെക്കറേഷൻ ചെയ്തത്. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഡ്രസ്സ് വേൾഡിൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെ കയറിയപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ്, അടിപൊളി പറയുമ്പോൾ ഒരു അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ഓണമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ സീസണായില്ലേ, അതുകൊണ്ട് തന്നെ അടിപൊളി കളക്ഷൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അത് പിന്നെ സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ സൺഡേ അറിയാമല്ലോ, എല്ലാവർക്കും വീക്കെൻഡാണ്, ലീവാണ്, അതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ഓരോന്ന് വെച്ച് നോക്കി ഓരോ ഡ്രസ്സ് എടുത്ത് അവൾക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ. ഞാനിപ്പോൾ അവളെ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല, നിങ്ങൾ കല്യാണ സമയത്താണെങ്കിൽ പിന്നെ അവളെ ഞാൻ കാണിക്കുകയുള്ളൂ. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സും കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അവൾക്ക് വേണ്ട ഓർണമെൻറ്റ്സ്, ജുവൽസ് അങ്ങനെ എല്ലാം നമ്മൾ എടുത്തിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഓരോ ഡ്രസ്സിൻ്റെ വിലയും കണ്ട് എൻ്റെ കണ്ണ് തള്ളി. ഈ കിടക്കണ വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, 10,000 റുപ്യയാണ്. പണ്ടാ പറയില്ല കേട്ടോ, 10,000 റുപ്യ വേണം വെറും. ഞങ്ങളതെടുക്കാനാണ് ഉദ്ദേശിച്ചത്, സംഭവം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കൊടുത്തു. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ ഞങ്ങൾ മെഹന്തി സമയത്ത് സസ്പെൻസായി കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സും എടുത്തു. പിന്നെ അതിന് പറ്റിയ ഓർണമെൻറ്റ്സൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ MK ബ്യൂട്ടിക്ക് പറഞ്ഞിട്ടുള്ള MKൻ്റെ തന്നെതായ ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നത്. അവിടെ വന്നു ഫാൻസി ഐറ്റംസ്, അതായത് ജുവൽസ് ഒക്കെ മേടിച്ചു. അങ്ങനെ എല്ലാ ജുവൽസും മേടിച്ച് ഞങ്ങൾ അങ്ങനെ 4 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജിംക്ക അടിപൊളി സെറ്റപ്പായിരുന്നു അവിടെ. ഓണത്തിന് ഈ ധാവണി ഉടുക്കുമ്പോൾ സാരി ഇടുമ്പോഴൊക്കെ സൂപ്പറായിരിക്കുമല്ലോ, ഈ ജിംക്കി ഇട്ടാൽ സെറ്റാണല്ലോ. അതാണ് കേട്ടോ. അത് ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.